ഞാനിരിക്കുന്നതിൻ്റെ എൻ്റെ ഇടതും വലതും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ബാഹുബലിയും പഴശ്ശിരാജയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന പോലെയുള്ള കുറേ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാടാണിത്. ഈ ഒരു കാട് നമുക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ദേവസേന ആദ്യമായി നമ്മളെ കാണിക്കുന്ന ഒരു രംഗം ഈ ഒരു കാട്ടിൽ വെച്ചായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ മരത്തിൻ്റെ വേരിൻ്റെ ഇടയിലാണ്. ഈ വേരിൻ്റെ ഇടയിൽ ഇനിയും ഒരു 5-6 ആളുകൾക്ക് സുഖമായി നിൽക്കാനുള്ള ഒരു സ്പേസ് ഇതിലുണ്ട്. അടുത്ത പ്രഭാസിന്റെ മറ്റൊരു വാൾപ്പായിട്ട് നടന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമസ്കാരം. ഇന്ന് സംസാരം TV നമ്മളോട് പറയുന്ന കഥ ചരിത്രത്തിന്റെ ഭാഗമായ ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ചാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന കാട് കണ്ണവം കാട്ടിലെ ഒരു പുഴയിലെ പാറയിൽ നിന്ന് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ജീവിതം ഒന്നേ ഉള്ളൂ, അതിനിടയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് അനുഭവിക്കുക എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇതിൻ്റെ ഒരു അനുഭവം നമ്മൾ ഈ പുഴയിലെത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കണ്ണാടി ചില്ല് പോലെയുള്ള വെള്ളം. ഇന്നിവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ കാട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖത്തിനപ്പുറത്ത് ചരിത്രം കുറേ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാട് കൂടിയാണത്. ഈ കാട്ടിലാണ് ഒരുപാട് ചരിത്ര സിനിമകൾ അത് ഷൂട്ട് ചെയ്യാൻ ഭാഗവാക്കായ ഒരു കാട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനിരിക്കുന്നതിൻ്റെ എൻ്റെ ഇടതും വലതും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ബാഹുബലിയും പഴശ്ശിരാജയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന പോലെയുള്ള കുറേ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാടാണ്. നോക്കിക്കഴിഞ്ഞാൽ പഴശ്ശിരാജയുടെ ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തൊരു ഏരിയയാണ്. ഇപ്പുറത്ത് ബാഹുബലി, അതുപോലെ പഴശ്ശിരാജ, ഏഴാം അറിവ് തുടങ്ങിയ സൂര്യയുടെ തമിഴ് ചിത്രമായ വലിയ ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു. ആ ചിത്രം കണ്ടവർക്കറിയാം. ഈ സിനിമകളൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാനമാണ് ഈ കണ്ണവം എന്ന് പറയുന്ന കാട്. ഈ കാട്ടിനുള്ളിലെ മറ്റൊരു ഭാഗമാണിത്. ഈ ഒരു വേര് നമുക്ക് എവിടെയെങ്കിലും മനസ്സിലുണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. പല സിനിമകളിലും ഈ ഒരു വേര് പല ഫ്രെയിമിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒന്ന് ബാഹുബലിയിലായാലും പഴശ്ശിരാജയിലായാലും അതുപോലെ ഏഴാം അറിവ് എന്ന സൂര്യ ചിത്രത്തിൽ അതിലെ ആ അവസാനത്തെ ഫൈറ്റ് സീൻ അടക്കം ഷൂട്ട് ചെയ്ത ഒരു പ്ലേസിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു റാ പോലെയുള്ള വേര് പല സീക്വൻസിലും നമുക്ക് പല സിനിമയിലും കാണാം. പഴശ്ശിരാജയിലായാലും ബാഹുബലിയിലൊക്കെ നമ്മൾ കണ്ടൊരു വേരാണിത്. ഇത് യഥാർത്ഥത്തിൽ കണ്ട ഇത്ര വലിയ നമുക്ക് പിടിച്ചാലടങ്ങാത്തൊരു വേരാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വേരല്ല, മറിച്ച് ഒരു വലിയ മരം പോലെയുള്ളൊരു വേരാണത്. കണ്ണവം കാട് എന്ന് പറയുന്നത് പലർക്കും അറിയാം. പല ആളുകളും വന്നും പോയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകമായും ഫോറസ്റ്റ് ഓഫീസറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ ആർക്കും തന്നെ ഈ കാട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവിടെ വന്ന് ഒരു ജോലി അടിച്ച് ഒരു ദിവസം കഴിഞ്ഞ് പോകാനോ ഒന്നും സാധിക്കില്ല. കാരണം കൃത്യമായി അവിടെ നമ്മളെയും കാത്ത് 2 ഫോറസ്റ്റ് ഗാർഡ്, 2 വനിതാ ഓഫീസർമാർ നമ്മളെ അവിടെ കാത്തിരിക്കുകയാണ്. കാരണം ഇവിടെ ഷൂട്ടിങ്ങിന് വന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റേഞ്ച് ഓഫീസർ അയച്ചിരിക്കുന്ന 2 ഉദ്യോഗസ്ഥരാണ്. അതുപോലെ കൃത്യമായ അനുമതിയുള്ളവർക്ക് മാത്രമേ ഈ കാട്ടിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ, സർക്കാർ അനുവദിക്കുകയുള്ളൂ. മാത്രമല്ല അത് മറ്റേതെങ്കിലും ഒരു വാണിജ്യപരമായിട്ടുള്ള ഷൂട്ടിംഗ് ആണെങ്കിൽ, സിനിമ പോലെയുള്ള അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി പോലെയുള്ള അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പോലെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ കൃത്യമായും സർക്കാർ നിശ്ചയിക്കുന്ന ഒരു പണം അത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ അടച്ച് അതിൻ്റെ രസീത് വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിലേക്ക് കടക്കാനുള്ള അനുമതി പോലും തരികയുള്ളൂ. ഈ ഒരു കാട് നമുക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ദേവസേന ആദ്യമായി നമ്മളെ കാണിക്കുന്ന ഒരു രംഗം ഈ ഒരു കാട്ടിൽ വെച്ചായിരുന്നു. ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പ്രദേശത്ത് വെച്ചും മഞ്ചലിൽ കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ടുള്ളതും പിന്നെ ആളുകൾ, അതായത് ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാൾപ്പായിട്ട് നടത്തുന്നതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രഭാസും അതുമായി നമ്മുടെ കട്ടപ്പയും ഈ കാട്ടിനുള്ളിലേക്ക് എത്തിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഒളിച്ചിരുന്ന് നോക്കുന്ന ചില ആളുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്തൊരു ഭാഗമാണിത്. ഇതിൻ്റെ ഈ പല മരത്തിൻ്റെ മുകളിലും മറവിലൊക്കെ ആയിട്ടാണ് അത്തരം ആളുകളെ നിർത്തി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. മാത്രമല്ല ഇന്നിപ്പോൾ നമ്മൾ ഇന്നിത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകത, കാരണം കണ്ണവം കാട്ടിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഷൂട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. കാരണം
അന്നുണ്ടാവാത്ത ചെടികളൊക്കെ ഇന്നുണ്ടാവാം, അന്ന് ചെടികളുണ്ടായ സ്ഥലത്ത് ഇന്ന് ചെടികൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു കാണുന്ന ഈ ഒരു തോട് പോലെയുള്ള ഒരു ഗുഹ പോലെയുള്ള അങ്ങോട്ട് കാണുന്ന ഒരു തോടാണ്. ആ തോട്ടിൻ്റെ ഉള്ളിൽ അതിലൊരു കമാനൊക്കെ അടിച്ചിട്ട് പഴശ്ശിരാജയുടെ ഒരു ഷൂട്ടിംഗ് ഒരു ഭാഗം ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഗ്രാമവാസിയായിട്ടുള്ള ഒരാൾ പറയുന്നത്. അങ്ങനെ ഒരാളെ നമുക്ക് ഫ്രെയിമിലേക്ക് നമുക്ക് വിളിക്കാം. അദ്ദേഹത്തെയും കൂടി നമുക്ക് പരിചയപ്പെട്ട് അദ്ദേഹത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ കൂടി നമുക്കറിയാം. ചേട്ടാ, പേരെന്തായിരുന്നു? എൻ്റെ പേര് ചന്ദ്രൻ. എങ്ങനെയാണ് ഇവിടെ ഈ ലൊക്കേഷൻസിൽ ഏതൊക്കെ സിനിമയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പഴശ്ശിരാജ വന്നിട്ടുണ്ട്, ഏഴാം പരവ് വന്നിട്ടുണ്ട്, പിന്നെ മമ്മൂട്ടിൻ്റെ പഴശ്ശിരാജ, ബാഹുബലി ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ട് നടി പത്മപ്രിയ ഇവിടെ ഒരു ഡോർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന ഭാഗമുണ്ട്. അതായത് പത്മപ്രിയ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ കമാനം അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു ഭാഗം ചിത്രീകരിച്ച പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നതെന്നാണ് ചന്ദ്രേട്ടൻ പറയുന്നത്. പിന്നെ ഈ ഒരു പുഴ, ഈ ഒരു പാറയുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു? ഈ ഒരു പാറ ഏതെങ്കിലും സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? കുറച്ച് താഴെയായിട്ട്. ഏത് സിനിമയിലാണത്? അത് പഴശ്ശിരാജയിലുണ്ട്. അതുപോലെ ബാഹുബലിയുമായി ബന്ധപ്പെട്ട് ചില സീക്വൻസുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു തന്നെ വെച്ചിട്ടുണ്ട്, ഈ സ്ഥലത്ത് തന്നെ. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് ആ പുഴയിൽ വെച്ചിട്ട് ഈ വനത്തിൻ്റെ ഉള്ളിലെ പല ഭാഗങ്ങളിലായി ഒരുപാട് വീടുകൾ, പള്ളി, സ്കൂളുകൾ തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഈ ചുറ്റുവട്ടത്തുണ്ട്. കാണുമ്പോൾ നമുക്കിതൊരു കാടാണ്, പക്ഷേ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലും യഥാർത്ഥത്തിൽ മനുഷ്യവാസം ഏറ്റവും കൂടുതലുള്ളൊരു പ്രദേശമാണ് ഈ കണ്ണവം വനം എന്നുള്ളതാണ് അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് യാത്രയാവാം. ഈ ഒരു വള്ളിയാണ് ചന്ദ്രേട്ടൻ പറയുന്നത്. ഈ ഒരു വള്ളിയിൽ നിന്നും പ്രഭാസ് തൂങ്ങി വരുന്ന രംഗം ചിത്രീകരിച്ച ഒരു സ്ഥലമാണ്. ബാഹുബലിയുടെ 2ാം ഭാഗത്തിലെ പ്രഭാസ് തൂങ്ങി വരുന്ന ഒരു ഭാഗം ചിത്രീകരിച്ച ഒരു സ്ഥലമാണ് ഇതെന്നാണ് ചന്ദ്രേട്ടൻ പറയുന്നത്. നിങ്ങൾ കണ്ട, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ മരത്തിൻ്റെ വേരിൻ്റെ ഇടയിലാണ്. ഈ വേരിൻ്റെ ഇടയിൽ ഇനിയും 5-6 ആളുകൾക്ക് സുഖമായി നിൽക്കാനുള്ള ഒരു സ്പേസ് ഇതിലുണ്ട്. അപ്പോൾ ഇത് അത്രയും വലിയ സംഭവമാണ് ഇയാൾ. നോക്കിയേ, എന്താ ഇതിൻ്റെ രസം! ഇത്രയും വലിയ മരത്തിൻ്റെ ഇടയിൽ നമ്മൾക്കൊക്കെ ഇങ്ങനെ സുഖമായി ഒളിച്ചു നിൽക്കുക. കാട്ടിൽ ഒളിപ്പോരാളികളൊക്കെ പഴശ്ശിരാജയ്ക്ക് യുദ്ധം ചെയ്തത് പണ്ട് വെറുതെ ഒന്നല്ല കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള സ്പേസ് കാട് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചില ഒളിപ്പോരാട്ടങ്ങൾ, പഴശ്ശിരാജയുടെ അടക്കം ഒളിപ്പോരാട്ടങ്ങൾ വിജയത്തിലേക്ക് എത്തിയതും കുറിച്യപ്പട അടക്കം ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയൊക്കെ പോരാടിയപ്പോൾ വലിയ ഭാഗവാക്കായ ആളുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പറഞ്ഞത്. ഇന്ന് കാടിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്ന ഒരു എപ്പിസോഡാണ് സംസാരം TV-യിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാത്രവുമല്ല, കാടിൻ്റെ ഫീൽ അറിയാൻ ആഗ്രഹമുള്ള ഏതൊരാൾക്കും കടന്നു വരാം കണ്ണവം കാട്ടിലേക്ക്. പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേക അനുമതിയോടുകൂടി കാട്ടിലേക്ക് എത്തുക. ഇനി ഇതുപോലെയുള്ള വീഡിയോസുകളും നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ എപ്പിസോഡുകളും നിങ്ങൾക്ക് കാണേണ്ടതുണ്ട്. അത് നമുക്കറിയാം. നിങ്ങൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് സംസാരം TV-യുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുൻ വീഡിയോകളും മറ്റ് നമ്മുടെ എപ്പിസോഡുകളെല്ലാം കാണുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ മറ്റ് വീഡിയോസുകളൊക്കെ കാണാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ഈ ബാഹുബലി പഴശ്ശിരാജ 7ാം അറിവ് എപ്പിസോഡ് ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ്. നന്ദി.